അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയാന്തരാളങ്ങളിൽ ആത്മീയതയുടെ വെള്ളിവെളിച്ചം തന്റെ തൂതിക കൊണ്ടും നാവുകൊണ്ടും കൈരളിക്ക് സമ്മാനിച്ച തടവയുടെ മുത്ത് ബഹുമാനായ തടവാ ഉസ്താദിന്റെ ഖബർ അല്ലാഹുവേ നീ സ്വർഗീയ ആരാമമാക്കി മാറ്റണേ അല്ലാ. ബഹുമാനായ ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യണേ അല്ലാ. ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദരാ ഖബറാണ്. പ്രിയപ്പെട്ട മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും ഈ ഭൂലോകത്തേക്ക് പിറന്നു വീണ അന്ന് മുതൽ ഞാനും നിങ്ങളും യാത്രയിലാ. എന്റെ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും എത്രയോ യാത്രകളാണ് ചെയ്യാറുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ടവർ ഗൾഫിലേക്ക് പോകുമ്പോൾ അവരെ യാത്രയാക്കാൻ വേണ്ടി പോകാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ അവരെ സന്ദർശിക്കാൻ വേണ്ടി പോകാറുണ്ട്. ഇങ്ങനെ ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരുപാട് യാത്രകൾ നാം ചെയ്യാറുണ്ട്. എന്നാൽ ആ യാത്രയ്ക്ക് വേണ്ടി പോകുന്ന ഞാനും നിങ്ങളും കേവലം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സമയമാണ് ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ നാം നിൽക്കാറുള്ളത്. നമ്മുടെ സമയം അടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ വാഹനത്തിൽ കയറി നാം യാത്ര ചെയ്യുകയാണ്. വിനീതനായ ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് വാഴ്ന്നു പറയുന്നതിന് വേണ്ടി പോയപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് സമയമാണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ പരശുറാം എക്സ്പ്രസ് നോക്കി നിന്നത്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി കാസർഗോഡ് ഇറങ്ങിയപ്പോൾ അതിന്റെ പ്രിയപ്പെട്ട സംഘാടകരെന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി അവിടെയും 10 മിനിറ്റ് സമയമാണ് ചെലവഴിച്ചതെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ചെലവഴിക്കുന്ന ദുനിയാവിന്റെ സമയം എങ്ങനാ? ഒരു വഴിയാത്രക്കാരനെ പോലെ കഴിഞ്ഞുകൂടണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചില്ലേ? ഞാൻ ട്രെയിൻ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയപ്പോൾ എന്റെ മുന്നിലേക്ക് ട്രെയിൻ വന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരും ബസ് സ്റ്റോപ്പിൽ പോയി ബസ് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് നാം കടന്നു പോകാനുള്ള വാഹനം കടന്നു വരുന്നത് പോലെ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം നമ്മുടെ മുന്നിലേക്ക് വന്ന് റൂഹ് പിടിച്ചാൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് സന്തൂക്കാകുന്ന വാഹനമാണ്. ആ സന്തൂക്കാകുന്ന വാഹനത്തിൽ കയറി ഞാനും നിങ്ങളും പള്ളിക്കാട്ടിന്റെ 6 അടി മണ്ണിലേക്ക് പോകേണ്ടവരാ. ആ ചിന്തയിൽ വേണം ഒരു മുസ്ലിം ജീവിക്കാൻ, ഒരു മുഅ്മിന് ജീവിക്കാനെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. നിന്റെ ശരീരം ഖബറിന്റെ അഹലുകാരുടെ ശരീരത്തോടൊപ്പം ഉൾപ്പെടുത്തിക്കൊള്ളണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചില്ലേ? ഖബറൊന്നു കേട്ടാൽ തക്ഷണം ഞേട്ടേണ്ടതാ, കണ്ടാലുടം വാ വിട്ടുകരയൽ വേണ്ടതാ, ഇടയ്ക്ക് പകരം വളമാ സുബ്ഹാനാ, റബ്ബേ അതിൽ കിടക്കേണ്ടതാ സുബ്ഹാനാ. ചിതലും പുഴുക്കളും തവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, പണ്ടർന്ന കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ബഹുമാനായ തടവാ ഉസ്താദമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടല്ലേ കടന്നുപോയത്? ഖബറെന്ന് കേട്ടാ തക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടം വാ വിട്ടുകരയൽ വേണ്ടതാ, മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബേ അതിൽ കിടക്കേണ്ടതാ സുബ്ഹാനാ. എന്റെ പ്രിയമുള്ളവരെ, ഖബറെന്ന് കേൾക്കുമ്പോഴേ നാം പൊട്ടി കരയേണ്ടതാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സഹാബാക്കള് ഖബറെന്ന് കേൾക്കുമ്പോഴേ പൊട്ടി കരഞ്ഞില്ലേ? ദുനിയാവിൽ, ഭൗതികമായ ദുനിയാവിൽ നശ്വരമായ ജീവിതത്തിൽ വേണ്ടി ഞാനും നിങ്ങളും പടുത്തുയർത്തുന്ന ദുനിയാവിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളും പള്ളിക്കാട്ടിന്റെ 6 അടി മണ്ണിലേക്ക് പോകേണ്ടി വരില്ലേ? ആ പള്ളിക്കാട്ടിന്റെ 6 അടി മണ്ണിലേക്ക് പോയാൽ ദുനിയാവിന്റെ ഒരു സംവിധാനങ്ങളും ആ ഖബറിൽ നമുക്ക് കൂട്ടായെത്തുകയില്ല. നമ്മുടെ സുഹൃത്തുക്കൾ കാണില്ല, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ കാണില്ല, നമ്മുടെ അരുമ സന്താനങ്ങൾ കാണില്ല, നമ്മുടെ മാതാപിതാക്കൾ കാണില്ല. ഏകാന്തതയുടെ തറവാടായ ഖബറില് ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് കടക്കേണ്ടി വരുന്ന അവസ്ഥയെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട് വേണം ദുനിയാവിൽ ജീവിക്കാൻ. മേടയ്ക്ക് പകരം വളമ സുബ്ഹാനാ. ദുനിയാവിലെ മേടയ്ക്ക് പകരം നമുക്ക് കിട്ടുന്നത് ഒരു ഇരുളടഞ്ഞ മാടമല്ലേ?
പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദുനിയാവിൽ ഇപ്പോൾ ശക്തമായ ചൂടിന്റെ സീസണാണ്. വീടിനകത്തിരിക്കാനും വയ്യ, പുറത്തിരിക്കാനും വയ്യ, ശക്തമായ ചൂടാണ്. ഈ ചൂടിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഫാനുകളും നാം ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നു. AC ഫിറ്റ് ചെയ്യാൻ സംവിധാനമുള്ളവർ AC ഫിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ദുനിയാവിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുമോ ആ തണുപ്പ് ചൂടിൽ നിന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭൗതികമായ സംവിധാനങ്ങൾ നാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രകാശം ലഭിക്കാൻ നമുക്ക് എത്രയോ ട്യൂബ് ലൈറ്റുകളാണുള്ളത്. കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെഴുകുതിരിയുണ്ട്, എമർജൻസി ഉണ്ട്, ഇൻവെർട്ടർ സംവിധാനമുണ്ട്. എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ദുനിയാവിൽ നാം ജീവിക്കുന്നത്. എന്നാൽ സുബ്ഹാന റബ്ബി, ഇരുളിനാൽ പെയിന്റിട്ടതാ കബറാകുന്ന മാളത്തിലേക്ക് പോയാൽ ആ കബറിൽ നമുക്ക് പ്രകാശം ലഭിക്കാൻ അവിടെ മെഴുകുതിരി കാണില്ല, അവിടെ ട്യൂബ് ലൈറ്റുകൾ കാണില്ല, അവിടെ മറ്റ് സംവിധാനങ്ങൾ, ഇൻവെർട്ടർ സംവിധാനങ്ങളൊന്നും കാണില്ല. ഇരുളടഞ്ഞ കബറിൽ ഞാനും നിങ്ങളും വർഷങ്ങളോളം കടക്കേണ്ടി വരുന്ന അവസ്ഥയെ സംബന്ധിച്ച് എന്റെ പ്രിയമുള്ളവരെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ ഒരിക്കലും നാം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരക്കം പായുകയില്ല. MP ആകാനും MLA ആകാനും പഞ്ചായത്ത് മെമ്പറാകാനും 5ാം മന്ത്രിയും